ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLA മൊഴിയെടുക്കും. തൃശൂർ DIG ആണ് മൊഴിയെടുക്കുന്നത്. അതേസമയം വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനാണ് സ്ത്രീയെക്കൊണ്ട് വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചതെന്നും പരാതിയിൽ പറയുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും. അനുമോദ, ഇന്ന് അൻവറിന്റെ മൊഴി എപ്പോഴാണ് രേഖപ്പെടുത്തുക? എന്തൊക്കെയാണ് വിശദാംശം? തൃശൂർ DIG ഇന്ന് രാവിലെ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് ഇന്നലെ വൈകുന്നേരം ലഭ്യമായ വിവരം. അതെവിടെ വെച്ചാണ് എന്ന വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഗസ്റ്റ് ഹൌസിലോ അല്ലെങ്കിൽ പോലീസിന്റെ മറ്റേതെങ്കിലും ആസ്ഥാനത്തോ ആയിരിക്കാം, അതല്ലെങ്കിൽ അൻവറിന്റെ ഓഫീസിലായിരിക്കാം. ഇത് സംബന്ധിച്ചുള്ളൊരു വ്യക്തമായ വിവരം ലഭ്യമായിട്ടില്ല. ഇന്നലെ മൊഴി നൽകിയതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അൻവർ അക്കമിട്ട് വിശദീകരിച്ചിരുന്നു. എടവണ്ണ റിദാൻ ബേസിൽ വധം, സ്വർണ്ണക്കടത്ത് കേസ്, അതോടൊപ്പം തന്നെ മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി, ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതികളിൽ മലപ്പുറം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് പോലീസിനെ ആരോപണത്തിന്റെ നിഴലിലാക്കുന്ന ആ കാര്യങ്ങളിലായിരിക്കും വിശദമായ മൊഴി രേഖപ്പെടുത്തുക. മലപ്പുറം SP അദ്ദേഹം സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നു. ADGP-യുടെ അറിവോടെയാണിത്. മരമുറിക്കും SP-യും ADGP-യും കൈകോർത്തിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടവണ്ണയിലെ റിദാൻ ബേസിൽ വധത്തിൽ പ്രതിയെ ഷാൻ മുഹമ്മദ് ആണെന്ന് പോലീസ് കണ്ടെത്തി പിടികൂടിയിരുന്നു. ഈ കാര്യത്തിൽ ഷാൻ മുഹമ്മദിന് പുറമെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതുപോലെ തന്നെ ഷാൻ മുഹമ്മദിനും കൊല്ലപ്പെട്ട റിദാൻ ബേസിന്റെ ഭാര്യയുടെ അഭീത ബന്ധമുണ്ടെന്ന് സമ്മതിക്കുവാൻ വേണ്ടി പോലീസ് വലിയ തോതിൽ ക്രൂരമർദ്ദനം നടത്തി തുടങ്ങിയ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഈ അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചത്. അതിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇന്ന് എപ്പോഴായിരിക്കും, ഉച്ചയ്ക്ക് മുമ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ വെച്ചാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, അൻവറിന് നിരവധി ഓഫീസുകളുണ്ട്. ഒന്നുകിൽ അൻവറിന്റെ സൗകര്യാർത്ഥം അവിടെ എവിടെയെങ്കിലും ആകാം, അതല്ലെങ്കിൽ ഗസ്റ്റ് ഹൌസിലോ അല്ലെങ്കിൽ പോലീസ് നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും പോലീസിന്റെ ഓഫീസുകളിലോ ആയിരിക്കാം എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അനുമോദ്, PV അൻവറിന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനം നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം തെളിവുമായാണ് വന്ന മാധ്യമങ്ങളെ കണ്ടിരുന്നത്. അന്ന് ഈ സുജിത് ദാസിനെതിരെയുള്ള ആരോപണം, ADGP-ക്കെതിരെയുള്ള ആരോപണം, അതെല്ലാം ഒരു ഫോണിലെ സംഭാഷണം കേൾപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതും ഇത് പുറത്തുവിട്ടതും. അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഈ അന്വേഷണ സംഘത്തിന് ഇന്ന് മൊഴിയെടുക്കൽ നൽകാൻ സാധ്യതയുണ്ടോ? അശ്വതി, നമ്മൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് PV അൻവർ നൽകിയ പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. അക്കാര്യത്തിലും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറത്ത് ഒരു തെളിവുകൾ ഉള്ളതായിട്ട് ആ പരാതിയിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഫോൺ സംഭാഷണം, അത് പ്രത്യേകിച്ച് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് അദ്ദേഹം പുറത്തുവിട്ട ഫോൺ സംഭാഷണത്തിലാണ് ഈ സോളാർ കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉള്ളത്. അത് ആരുടേതാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും തന്നെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണത്തിൽ സത്യത്തിൽ സുജിത് ദാസിനെ കുടുക്കിയത് ഈ ഫോൺ സംഭാഷണമാണ്. സുജിത് ദാസ് സർവീസ് ചട്ടലംഘനം നടത്തി, അതേപോലെ തന്നെ ADGP-യും ഇപ്പോൾ മലപ്പുറം SP-യെയും ഒക്കെ ആക്ഷേപത്തിന്റെ നിഴലിലാക്കി അവരെക്കുറിച്ച് മോശമായി സംസാരിച്ചു. ഒപ്പം ഈ ഒരു പരാതി പിൻവലിക്കുവാൻ വേണ്ടി PV അൻവറിനോട് അപേക്ഷിച്ചു. അതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ചേരുന്നതല്ല, അത്തരത്തിൽ ഒരു ജനപ്രതിനിധിക്ക് മുമ്പിൽ അപേക്ഷിക്കുന്നത് ഈ സർവീസിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പരാതി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഈ എടവണ്ണ റിദാൻ ബേസിൽ കൊലക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടും മറ്റ് ആരോപണങ്ങൾ, പ്രത്യേകിച്ച് SP ഓഫീസിലെ മരം മുറിച്ചു വിറ്റതുമായി സംബന്ധിച്ച് ഈ 3 കാര്യങ്ങളാണ് SP-ക്കെതിരെയുള്ളത്. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ അൻവറിന്റെ പക്കൽ ഉണ്ടോ, അത് കൈമാറുമോ എന്നാണ് അറിയേണ്ടത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അൻവർ ആ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. അൻവർ ഈ കേവലം ഫോൺ സംഭാഷണങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. പക്ഷേ ഒരു അന്വേഷണം നടക്കുമ്പോൾ തെളിവുകൾ നേരത്തെ പുറത്തു വന്നാൽ അത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് നമുക്കറിയാം.
ആ ഒരു കാരണത്താലാകാം തെളിവുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തുവിടാത്തത്. എന്നാണെങ്കിലും ഈ തെളിവുകളില്ലാതെ ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ മൊഴികളും മാത്രമാണ് അദ്ദേഹത്തിന് നൽകാനുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു അന്വേഷണം അത് ഏത് വഴിക്ക് പോകും എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കൃത്യമായ തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ കഴിഞ്ഞാൽ അത് ഈ ഇപ്പോൾ ആരോപണത്തിന്റെ നേരിലുള്ള ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതായിരിക്കും. അനുമോദ്, ഒരു കാര്യം കൂടി, ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടമ്മ രംഗത്തെത്തുകയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നല്ലോ. അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നറിയുന്നു. എന്തൊക്കെയാണ് അവരുടെ പരാതിയിൽ അവർ പറയുന്ന കാര്യങ്ങൾ? ഈ മുട്ടൽ മരമുറി കേസ് ഇപ്പോഴും അന്വേഷിക്കുന്ന താനൂർ ഡിവൈഎസ്പി വി ബെന്നിയാണ് മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. മുട്ടൽ മരമുറി കേസിൽ ആ കേസിലെ കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മരമുറിയിൽ പ്രതികളായ ആളുകൾ ഉടമസ്ഥരായ ചാനൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. ഇത് മരമുറി കേസിനെ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകിക്കുവാനും അന്വേഷണ ഉദ്യോഗസ്ഥനായ തനിക്കെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും അത് കേസിനെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ഒരു ചാനലിന്റെ ഭാഗത്തുനിന്നും മരമുറി കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി നടക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായ അന്വേഷണം വേണം. അതേസമയം ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ അപകീർത്തി കേസ് നൽകുന്ന കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ വശങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏറെ വൈകാതെ അത്തരം നടപടികളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് വി ബെന്നി അറിയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും ഈ ഒരു ബലാത്സംഗ കേസ്, ബലാത്സംഗ പരാതി, കേസല്ല പരാതി, ആരോപണം, അത് എത്രമാത്രം നിലനിൽക്കുന്നതാണ് എന്നത് കണ്ടറിയണം. ഇപ്പോഴും പരാതിക്കാരി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി, ആക്ഷേപക്കാരി പരാതി നൽകി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ തെളിവുകളൊന്നും ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ആക്ഷേപം നിലനിൽക്കുന്നതാണോ അല്ലയോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത്തരത്തിൽ ഒരു അപകീർത്തികരമായ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഒക്കെ തകർക്കുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് ഈ ഒരു ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലുള്ള ഈ ഒരു ആരോപണമുള്ളത്. അപ്പോൾ അതിൽ വിശദമായ അന്വേഷണം വേണം. അതിന്റെ പിന്നിലെ ഗൂഢാലോചന കണ്ടെത്തണം എന്നീ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം വി ബെന്നി മലപ്പുറം SP ശശിധരന് പരാതി നൽകിയിട്ടുള്ളത്. SP സുജിത് ദാസും അതുപോലെ മറ്റ് വിനോദ് വലിയാറ്റൂരും സമാനമായ നടപടികളിൽ നീങ്ങും എന്നാണ് നമുക്ക് അറിയാനും കഴിയുന്നത്. അശ്വതി, ശരി. CV അനുമോദാണ് മലപ്പുറത്തുനിന്നും വിവരങ്ങൾ നൽകിയത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട്